മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് എന്നൊക്കെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ഭീകരത ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൻ പിരിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ നമുക്കൊരു മെസ്സേജ് വരിക, അവൻ പോയി. അത് തരുന്ന ഒരു ചിൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണത്. അങ്ങനെ ഒരു ദിവസം രാവിലെ എനിക്ക് കിട്ടുന്നൊരു മെസ്സേജാണ്, അവൻ പോയി. അവനും ഞാനും ഒരുമിച്ച് എൻജിനീയറിംഗിന് പഠിച്ചിരുന്നതാണ്. അവൻ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥി, ഞാൻ ശരാശരി. ഒരേ ഹോസ്റ്റലാണ് താമസം. വലിയ അടുപ്പമില്ല, എങ്കിലും എന്തിനും സഹായിക്കുന്നൊരു വ്യക്തി. കഠിനമായി നന്നേ വ്യായാമം ചെയ്യും. പരീക്ഷകളാവുമ്പോൾ ഞാനൊക്കെ പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്, അപ്പോൾ നമ്മളേക്ക് ഇരുത്തി പഠിപ്പിക്കുന്നവനാണ്. അങ്ങനെ അവൻ്റെ പഠിത്തം കഴിഞ്ഞു. അവനൊരു കോർപ്പറേറ്റ് ജോലിയിൽ കയറി. കഠിനമായിട്ടൊന്നുമില്ല, അവനായിട്ട് എൻജോയ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇവൻ പോയ വിവരം ഞങ്ങളെല്ലാവരും അറിയുന്നത് ഏതാണ്ട് ഒരു ദിവസത്തിന് ശേഷമാണ്. കാരണം അവൻ വിദേശത്തായിരുന്നു, ഒരുപാട് ദൂരത്തായിരുന്നു. അപ്പോൾ അവൻ ഏതൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഡെലിവറി പ്രഷറിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ അവൻ എണീറ്റില്ല. ഇപ്പോൾ അവൻ്റെ ഏതാണ്ട് ഒരാഴ്ച എടുത്തു അവൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് കുറച്ച് പേര് അവൻ്റെ വീട്ടിലേക്ക് നടത്തിയൊരു യാത്ര വളരെ സ്ട്രേഞ്ചായൊരു യാത്രയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ പലരും കാണുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അതിങ്ങനൊരു കാര്യത്തിനാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകില്ലേ, അതുപോലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചൊരു ബസ്സിൽ യാത്ര പോകുന്നത് ഇങ്ങനൊരു കാര്യത്തിനാണ്. കൂടെ പഠിച്ചിരുന്ന ഒരാളെ ഈ രൂപത്തിൽ കാണാനാണെന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ചായൊരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് എന്താ പറയുക, ഇങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളവൻ്റെ വീട്ടിലെത്തി, എനിക്ക് പുറത്തുനിന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മേനെ കാണണോ എന്ന് ഞാനിങ്ങനെ ഒരുപാട് സംശയിച്ചു. പക്ഷേ കാണാൻ എനിക്ക് പറ്റിയില്ല, തോന്നിയില്ല. പക്ഷെ പിന്നീട് അമ്മേനെ പരിചയപ്പെട്ട പലരും വന്ന് പറഞ്ഞു, ഓരോരുത്തരെയും അറിയാമായിരുന്നു. കാരണം അവനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൂടെ പഠിച്ചിരുന്നവരെയൊക്കെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി പോയി കാണണമായിരുന്നു എന്നല്ല. തിരിച്ചു വന്നപ്പോഴും നമ്മൾ ആ മൂഡിൽ തന്നെയാണ്. എന്നാലും നമ്മൾ ഓരോരുത്തർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. നമുക്ക് നിശ്ചലമായി നിൽക്കാനൊരു സമയമില്ലല്ലോ. അവനും അതുപോലെയുള്ള പരിചയമുള്ള എത്രയോ കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആളുകളും എപ്പോഴും തോന്നിയിട്ടുള്ളൊരു വലിയ സങ്കടം, ഒരു വർക്ക് ലൈഫ് ബാലൻസ് എത്രത്തോളം ആ മേഖലയിലല്ലോ, പക്ഷേ ഏത് മേഖലയിലും എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഒരു വ്യക്തി ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും അയാളുടെ ജീവിതം കുടുംബത്തിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യുകയും അൺഫോർച്ചുനേറ്റ്ലി ആരുടെയും കുഴപ്പം കൊണ്ടല്ല, ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ അന്നേ ദിവസം കമ്പനിയിൽ നടത്തേണ്ടിരുന്ന വലിയൊരു ആഘോഷത്തിൻ്റെ ഒരു മാറ്റ് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ അത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ മാറ്റിവെക്കാനോ ഒന്നുമുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ സോ വി ആർ ഫൊർഗോട്ടൺ ആൻഡ് ഫോർ ഓൾ ദ വർക്ക് വി ഡിഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, എങ്ങനെ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ് ഒരു ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് പ്രാവർത്തികമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന, ഞങ്ങൾ പലപ്പോഴും തൃശ്ശൂർ ഞങ്ങളുടെ വീടുകൾ കുറച്ചടുത്തൊക്കെയാണ്. അപ്പം കുറച്ച് കാലം ഞങ്ങൾ ഒരേ ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ബസ് കയറുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അവൻ പിന്നെ ഡോക്ടറായി, അവനും വിദേശത്താണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ അവൻ വളരെ ആക്റ്റീവാണ്. അവൻ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ടിപ്സ് ഒക്കെ തരും. അപ്പോൾ അവൻ ഡെയിലി 5 കിലോമീറ്റർ ഓടും. അപ്പോൾ നമ്മളങ്ങനെ ആവണം ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ എന്ന് മാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കളുടെയും മറ്റ് പലരുടെയും ആരോഗ്യ കാര്യങ്ങൾക്കൊക്കെ റെഗുലർലി ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾക്ക്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പ് കുറേ സമയത്തിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ കണ്ടിന്യൂസ് മെസ്സേജാണ്. ആർക്കും അവിശ്വസനീയമായ രീതിയിലൊരു 100 കണക്കിന് മെസ്സേജുകൾ അവൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തലേദിവസം വരെ അവിടെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇവൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ത്രെഡ്മില്ലിൽ വെച്ചിട്ട് കുഴഞ്ഞു വീഴായിരുന്നു.
അപ്പോൾ അതിന് നമുക്ക് എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? ഐ മീൻ എന്ത് ഉത്തരം പറയാൻ പറ്റും? അതിൽ തന്നെ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയ കാര്യം, ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന മറ്റൊരു സുഹൃത്ത്, അതിനും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോവാണ്. അവൻ്റെ വീട്ടിലപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ സുഹൃത്തിന്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉമ്മ അവനെ ആശ്വസിപ്പിക്കുകയാണ്. കാര്യം അവൻ പോയത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. അതായിരുന്നു എൻ്റെ നിയോഗം. അപ്പോൾ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ന് പറയാനുള്ളൊരു മനസ്ഥൈര്യം, അവരുടെ ബിലീഫ് അവർക്ക് കൊടുത്തു എന്നുള്ളത് എനിക്ക് ആ ബിലീഫിനോട് തോന്നിയ ഏറ്റവും വലിയ ബഹുമാനമാണ് ഈ അടുത്ത കാലത്ത്. അങ്ങനെയുള്ള ധൈര്യം ഇതുപോലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ മനുഷ്യരെ പര്യാപ്തമാക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ. അവൻ പോയതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അവൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വളരെ ഹാർട്ട് ഫിൽട്ടായിട്ടൊരു മെസ്സേജ്, വാട്ട് വാസ് അപ്പ ടു മീ എന്ന് പറഞ്ഞിട്ട്, അത് വായിച്ച് നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്ന രീതിയിലൊരു മെസ്സേജ് അവൻ ആ കുട്ടി അയച്ചിരുന്നു. ആ കുട്ടി എനിക്ക് വിളിച്ച് സംസാരിക്കാൻ തോന്നി. ആ സമയത്ത് വിളിച്ച് സംസാരിക്കുകയും അവരൊക്കെ അതിനെ വളരെ പാകതയോടെ എടുക്കുകയും, എഗെയിൻ ലൈഫ് മൂവ്സ് ഓൺ എന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മൾ ബാക്കി വയ്ക്കുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ, ബാക്കി അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ രണ്ടിനേക്കാൾ കൂടുതൽ ഷോക്കിംഗ് ആണ് മൂന്നാമത്തെ. സുഹൃത്തല്ല, ഒരു കൂട്ടുകാരൻ്റെ മകനാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 18 വയസ്സാണ്. ജസ്റ്റ് പ്രായപൂർത്തിയായി, ഡ്രൈവിംഗ് ഒക്കെ കിട്ടി, ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഇവൻ ഒരു ദിവസം രാവിലെ ബൈക്ക് എടുത്തു പോയി. ഇവരറിയുന്നത് ആക്സിഡൻ്റായി, ഹോസ്പിറ്റലിലാണ്, പോയി. ഇവരേറ്റവും വേദനിപ്പിച്ച കാര്യം, ആക്സിഡൻ്റായ സ്ഥലം എന്ന് പറയുന്നത് ഇവൻ എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയോ, അവിടേക്ക് ആയിരുന്നില്ല പോയത്. അപ്പോൾ എവിടേക്ക് പോയി, എന്തിനു പോയി, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഈ പോയതിനോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും വലിയൊരു വേദനയാണ്. അതിനെങ്ങനെ നേരിടണം? ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം, വീട്ടുകാർ അനുവദിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും അതൊരു ഉത്തരവില്ലാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു, അവനെ കണ്ടു, എന്ത് പറയണമെന്ന് അറിയില്ല നമുക്ക്. എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനോട് ഞാൻ സംസാരിച്ച് പോകാൻ പറഞ്ഞു. അവൻ്റെ ഫോൺ കിട്ടി. അപ്പോൾ ഫോൺ ഒന്ന് റിക്കവർ ചെയ്താൽ അവൻ എവിടെ പോയിരുന്നു എന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ എന്തോ അവനത് വേണ്ടെന്ന് തോന്നി. അവനെവിടെ പോയിരുന്നാലും അവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണല്ലോ പോയത്. ഇപ്പോൾ അവൻ പോയതും അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്, നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ കണ്ട് സമാധാനിക്കാൻ സാധിക്കുന്നതിന് എത്ര മനോഹരമായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിനെയൊക്കെ നമ്മൾ എന്താണ്, വിധി എന്നാണ് വിളിക്കേണ്ടത്. ഈ വിധി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? എവിടെയോ ഒരാൾ ഇതെല്ലാം എഴുതി വെച്ച് അതിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഐ ഡൗട്ട് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പുഴയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കാം, നമുക്ക് വെള്ളത്തിനൊപ്പം നീന്താം, വെള്ളത്തിനെതിരെ നീന്താം, വെറുതെ നിന്നാലും വെള്ളത്തിനൊപ്പം നീന്തിയാലും വെള്ളത്തിന് എഗൻസ്റ്റായിട്ട് നീന്തിയാലും കരക്കെത്തണം എന്നൊരു നിർബന്ധമില്ല. അപ്പം നമ്മളെടുക്കുന്ന ആ തീരുമാനമുണ്ടല്ലോ, അതാണ് നമ്മൾ ഒരു പരിധിവരെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയില്ല എന്താണ്, എവിടെയാണ്. മേ ബി എനിക്കതിനെ കാണാൻ ഇഷ്ടം ഒരു ഡാൻസർ വിത്തൗട്ട് എ ഫേസ്, അതെവിടെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയൊക്കെ അവരുടെ മുഖമില്ലാത്ത രീതിയിൽ അവരുടെ പ്രോസസ്സ് നടക്കുന്ന പോലെ നമ്മളെടുക്കുന്ന തീരുമാനം, അത് വേറൊരാളെടുക്കുന്ന തീരുമാനം, ഇതിൻ്റെ കൊളീഷനായിട്ട് എവിടേക്കോ ഇതൊക്കെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനെതിരെ എന്ത് പറയാൻ. ഇപ്പോൾ നമുക്ക് പല ഓപ്ഷൻസാണുള്ളത്. നമുക്ക് ആ വെള്ളത്തിൽ വെറുതെ നിൽക്കാം, നീന്താം, നീന്താതിരിക്കാം, വെള്ളത്തിനൊപ്പം നീന്താം, വെള്ളത്തിൽ എഗൻസ്റ്റായിട്ട് നീന്താം. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇതിലേതായാലും എൻജോയ് ദ ജേർണി.